ക്രിസ്മസ് ആണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ ക്വാളിറ്റി ഹൈ കൊടുക്കാം. എക്സ്ട്രാ ലോക്ക് വേണ്ട, എക്സ്ട്രാ ലോക്ക് വേണ്ട. പിന്നെ ഡാർക്കർ വേണ്ട. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. നേരെ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഗ്രാനി അങ്ങനെ കളിച്ചിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കളി നോക്കാം. കളിയിലേക്ക് പോകാം. നമ്മുടെ ഗ്രാനി 1-ന് 2 എസ്കേപ്പാണെന്നുള്ളത്. 3 എസ്കേപ്പാണുള്ളത്. ഒന്ന് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പും പിന്നെ ഡോർ എസ്കേപ്പും കാർ എസ്കേപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഗ്രാനി 1-ലേക്ക് കിടക്കാം. ക്രിസ്മസിൻ്റെതാണ് ഈ സീ എടുത്തത്. നോർമലായിട്ട് എടുത്തത്. സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. പെട്ടെന്നൊന്നും ഗ്രാനി കാണില്ല. അമ്മായി ഇട്ടാണ്. കാർ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ചേസിങ് മ്യൂസിക് ഒന്നും നമുക്ക് ഇതുവരെ അറിയില്ല. എന്നിട്ട് ക്രിസ്മസിൻ്റെ ആദ്യമായിട്ടാണ് ഒരു സൗണ്ടാക്കി വെക്കുക. അപ്പോൾ ഗ്രാനി വരുമ്പോൾ മ്യൂസിക് വെക്കണ്ട. എല്ലാ സാധനവും എടുത്തിട്ടാണ് അടിയിൽ നിന്നാണ് വരാൻ ചാൻസ് കൂടുതൽ. മേലേന്ന് വരില്ല. ഒരു ക്ലിങ്കിങ് സൗണ്ടാണ്. കട്ടിങ് വിളിച്ചേക്കാം. ക്യാമറ വിളിച്ചിട്ട് നമ്മുടെ ക്യാമറ ചുവപ്പ് ഫർദ ആണ് വരുന്നത്. ക്രിസ്മസ് ആയിട്ട് ചുവപ്പ് ഫർദ. വെള്ളക്ക് പെയിൻ്റ് അടിച്ചാൽ അടിയിലതാ വെള്ളമൊക്കെ വെള്ള പെഴുതി പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു. നല്ല പോകുന്നുണ്ട്. പോകുമ്പോൾ സൗണ്ട് ജസ്റ്റ് അവിടെ ട്രാക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടതാ തിരിച്ചു വരുവാ. വീണ്ടും നമ്മളെ കണ്ടിട്ടില്ല. ഇതെല്ലാം ഗെയിം വീണ്ടും ക്യാമറയും എടുത്തിട്ട് വരുന്നുണ്ട്. നോക്കാം. നമ്മൾ അങ്ങോട്ടേക്ക് പോയിച്ചിട്ട് ഗ്രാനി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാത്ത പെണ്ണുങ്ങൾ ഇതടി പോകുന്നുള്ളൂ. ആടൊരു ട്രാപ്പ് ഇട്ട് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നതനുസരിച്ചിട്ട് ആടൊരു ട്രാപ്പ് ഇട്ടിട്ട് സാധനം തട്ടിയിട്ട് ആടൻ പരതി അങ്ങോട്ട് പോവാ. നമ്മളിങ്ങോട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു സ്പെഷ്യൽ കീ ഇട്ടിട്ടുണ്ട്. സ്പെഷ്യൽ കീ എടുത്തിട്ട് നേരെ മേലെ പോകും. അതിന് മുമ്പ് നമുക്ക് ബാറ്ററി അവിടെ കിട്ടുന്ന ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സാധനങ്ങൾ കിട്ടും. ഇവിടെ മൊത്തം ക്രിസ്മസ് ഉണ്ട്. ക്രിസ്മസ് ഉണ്ടെന്നുണ്ട്. ഫീഫ നമ്മളെയൊക്കെ തന്നെ ഒരു നമ്മളെ തന്നെ നോക്കും. മണിയിലുണ്ട്. ഇവിടെ മണിയിലുണ്ട്. ഇപ്പോൾ ഉണ്ടായ കൈസ് ജസ്റ്റ് ഒന്ന് മണി കഴിഞ്ഞപ്പോൾ സൗണ്ട് ആയിട്ട് വന്നു തോന്നി. ഗ്രാനി ഡയറക്റ്റ് ആയിട്ടുണ്ട്. വേറെ കളിയിലേക്ക് വീണ്ടും നമ്മൾ ആദ്യം എത്തിയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒന്നും നോക്കണ്ട. ഈ ഒറ്റ ഓട്ടം കൂടെ ഈ സാധനം എടുത്തിട്ട് പോയി. ഇങ്ങോട്ട് പോയാൽ ഇടിച്ചിട്ട് ഇപ്പുറത്തേക്ക് മേലെ പോവാം.
നമ്മൾ ഇങ്ങോട്ടാണ് നിന്നത്, പക്ഷേ എങ്കിൽ ഗ്രാനി നമ്മൾ അടിച്ച് കൊന്നു. വേഗം നമ്മളെന്താ തോക്കും തോന്നുന്നു ഗൈസ്. കളി തുടങ്ങുമ്പോൾ ജയിക്കും എന്നെല്ലാം പറഞ്ഞു, പക്ഷെ തോക്കും ഗൈസ്. നമുക്ക് അടുത്ത ബേലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ബാക്കിലോട്ട് പോയി നമ്മൾ ഇവിടുത്തെ സീസൺ ഇവിടെയുള്ള സാധനം നമ്മളെടുത്ത് പോയതുകൊണ്ട് ഇതുപോയി. സീൻ റെഡി കയറാം. ഗ്രാനിൻ്റെ അടുത്തൂടെ പോയിട്ടില്ല, ഗ്രാനിൻ്റെ സൈഡിലൂട്ടിയാ പോയേ. പക്ഷെ ഗ്രാനി തലക്കടിച്ചു പോന്നു. യെസ്, ഡേ 5 അല്ല ഡേ 4. ഈ ഡേ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ ഇപ്പുറത്തൂട്ടിയാന്ന് പോയത്. ഞാൻ വലത്തെ സൈഡിലൂടെ പോകുമ്പോൾ ഗ്രാനി എന്നെ വലത്തെ സൈഡിലോട്ടാണ് അടിച്ചെന്ന് തോന്നുന്നു. നമുക്ക് വേഗം പോയിട്ടുണ്ട് ബേസ് എടുക്കാം. മേലെ പോവാം. ഞാനിൻ്റെ മേത്തങ്ങ് കയറി കൊടുത്തു. പെട്ടെന്നാണെന്ന് ഒടിച്ചങ്ങ് വരുമ്പോഴത്തേക്ക് ഗ്രാനീൻ്റെ മേത്തങ്ങ് കയറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ലാസ്റ്റ് ഡേ 5 വരും. നമുക്ക് ഈ എന്തായാലും കളി നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റില്ല, ഒപ്പാണ്. എന്നാലും നമുക്ക് ഗ്രാനി ഇട്ടൊന്ന് കളിപ്പിക്കും. ഗ്രാനി ഇട്ടൊന്ന് റൗണ്ട് അടിപ്പിച്ച് കളിക്കാം. നമുക്കിവിടെ സൗണ്ടാക്കാം. ഗ്രാനിയുടെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രാനി ഈ പ്രാവശ്യം ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതിൻ്റെ എൻഡിങ് കൂടെ ഉണ്ടാക്കാം. നമുക്ക് എൻഡിങ്ങിൽ എന്താണ് ഗ്രാനിയുടെ കളി നോക്കാം. ഇതാ ഇന്ന് ജയില് കാണിക്കുന്നുണ്ട്. ജയിലല്ലേ, ഒരു വീസട്ട് നമ്മളവിടെ അങ്ങോട്ട് നോക്കാം. ഗ്രാനി നമ്മളെ നോക്കുന്നുണ്ട്. ഇവിടെ പൊട്ടിയല്ലോ, തള്ളിട പോണോ? അടിഞ്ഞു പോകണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.